സംസ്ഥാനത്താദ്യമായി സ്വന്തമായി എഴുതുവാനും വായിക്കുവാനും പഠിച്ച 1ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ചിത്രകഥാ പതിപ്പ് പ്രകാശനം ചെയ്തു. മലയാള അക്ഷരങ്ങൾ തെറ്റുകൂടാതെ എഴുതാത്ത കുട്ടികളെ കാണാം. അധ്യാപകർ സംസാരിക്കണം. അത്തരമൊരു സാഹചര്യം നിൽക്കുന്നിടത്താണ് നമ്മൾ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ അവർ അക്ഷരങ്ങളൊന്നും മാത്രമല്ല അവരുടെ മനസ്സിലെ ആശയങ്ങൾ ഒരു കവിതയായിട്ടോ കൊച്ചു കഥയായിട്ടോ എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കലാസൃഷ്ടിയായി ഒരു സർവസൃഷ്ടിയായി അവർക്ക് അവരുടെ താളുകളിലേക്ക് എഴുതി വയ്ക്കാൻ കഴിയുന്ന നിലയിൽ അവർ വളർത്തിയിട്ടുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതിന് അവസരം നൽകിയ സ്കൂളിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദ്യമായി ഒറ്റവാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് അതിന് തയ്യാറായി വന്ന എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഒരുപാട് നേട്ടങ്ങളിലേക്ക് നിങ്ങൾ ജീവിതത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഞാൻ എന്റെ ഉത്തരവാദിത്വം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ലോക മാതൃഭാഷാ ദിനത്തിൽ നീർക്കുന്നം SDV ഗവൺമെന്റ് UP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ 146 വിദ്യാർത്ഥികളാണ് ഞങ്ങൾ ഒന്നാം തരമാണ് ചലഞ്ചിന്റെ ഭാഗമായി സചിത്ര കഥാപതിപ്പിറക്കിയത്. കുട്ടികളുടെ മനസ്സിൽ വിരിയുന്ന ആശയങ്ങൾ കഥ, കവിത, ഡയറിക്കുറിപ്പ്, വിവരണം എന്നിവ വ്യവഹാര രൂപങ്ങളിലേക്ക് എഴുതി ചിത്രങ്ങളുടെ സഹായത്തോടെ ആശയ രൂപീകരണം നടത്തും. പിന്നീടവ രചനാതലത്തിലേക്ക് എത്തിച്ചു. ഓരോ ദിവസത്തെയും അനുഭവങ്ങളും അവർ ഡയറിക്കുറിപ്പുകളിലാക്കി. പഠന സമയത്ത് നൽകുന്ന ചിത്രങ്ങൾ ബുക്കിൽ വരച്ച സംഭാഷണ കുമിളകളിൽ ആശയങ്ങൾ, അക്ഷരഘടന, അക്ഷരക്രമം, വാക്കകലം എന്നീ ലേഖന പ്രക്രിയകൾ പാലിച്ച് കുട്ടികൾ എഴുതി. വീടുകളിൽ രക്ഷിതാക്കളുടെയും സ്കൂളിൽ അധ്യാപകരുടെയും സഹായം ഇതിനായി ലഭിച്ചു. സ്കൂൾ ചുമരുകളിലെ ചിത്രങ്ങളെ പിന്നീട് അവർ കഥകളാക്കി മാറ്റുകയും ചെയ്തു. HSLAM MLA ഗാനരചയിതാവ് രാജീവ് ആലുങ്കലിന് നൽകി ചിത്രകഥാ പതിപ്പ് പ്രകാശനം ചെയ്തു. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S. ഹാരിസ് സ്കൂൾ മാഗസിന്റെ പ്രകാശനം നിർവഹിച്ചു. SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി അധ്യക്ഷനായി. കുട്ടികളുടെ അക്ഷരശക്തി 1ാം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ ഇരിക്കുക അത് വ്യത്യസ്തമായൊരു ലോകങ്ങളെന്നാണ് തെളിയിക്കുന്നത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യുന്ന പ്രായമായി ഒത്തിരി ചോദ്യങ്ങൾ അവയോടെ ചോദിക്കാനുള്ള സാധ്യത വരും. ആ ചോദ്യങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് ഒരാൾ പ്രകടനം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പ്രകടനം പ്രതികരിക്കും. ചോദ്യം ചോദിക്കാതെ മിണ്ടാതിരുന്നാൽ അയാൾ പ്രകടനമാണ്. നിസ്സാരമാവില്ല. എപ്പോഴും ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചതുപോലെ തന്നെ സമൂഹത്തോടും ചോദിച്ചാൽ